രാജ്യത്തെ നടുക്കിക്കൊണ്ടിരിക്കുന്ന കൊലപാതക വിശേഷമാണ് ഹണിമൂൺ കൊലപാതകം. എങ്ങനെയാണ് അവിവാഹിതർ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നത് ഞെട്ടലോടെ മാത്രം ഓർക്കേണ്ട സ്ഥിതി. അങ്ങ് മേഘാലയയിൽ ഒരു ഹണിമൂൺ കൊലപാതകം നമ്മൾ കണ്ടു. അത് വലിയ വിവാദമായി, അത് വിവാദ കൊടുങ്കാറ്റായി. ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുമോ എന്ന് രാജ്യത്താകമാനം ഉള്ള ആളുകൾ മൂക്കിൻ്റെ തുമ്പത്ത് വിരൽ വെച്ച് ചോദിച്ചു. അപ്പോഴിതാണ്ട് ഇങ്ങു രാജ്യത്തിൻ്റെ തെക്ക് ആന്ധ്രയിലും തെലങ്കാനയിലുമായി വ്യാപിച്ച് കിടക്കുന്ന ഒരു ഹണിമൂൺ കൊലപാതകം വരുന്നു. ഇത് കുറച്ചുകൂടി വിപുലമാണ്. അമ്മയും അപ്പനും ഒക്കെ ഇതിനകത്ത് പങ്കുണ്ട്. മറ്റേ കേസിൽ മേഘാലയയിൽ ആ പെൺകുട്ടിക്ക് മാത്രമായിരുന്നു അതിനകത്ത് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നാണ് നമ്മൾ പുറത്ത് അറിഞ്ഞതും. അങ്ങനെയാണ് കേസ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ആ കാമുകൻ്റെ വീട്ടുകാർക്കുമൊക്കെ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതും അങ്ങനെയുള്ള ആളുകളെയാണ്. ഇനി ആ കേസിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. എന്തായിരുന്നു സംഭവം? എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊലപാതകം? ഈ കൊലപാതകം നടത്തിയത് ഐശ്വര്യ എന്ന 23-കാരിയാണ്. പ്രായം നോക്കുക, വെറും 23 വയസ്സ്. എന്തിനു വേണ്ടിയായിരുന്നു കൊലപാതകം? നിസ്സാരം, കാമുകന് വേണ്ടിയായിരുന്നു കൊലപാതകം. കാമുകൻ്റെ ജോലി എന്താണ്? കാമുകൻ ഒരു ബാങ്ക് മാനേജറാണ്. അയാളുടെ പേര് റാവു എന്നാണ്. ബാങ്ക് മാനേജറായ റാവു വിവാഹിതനാണ്. അയാളുടെ വിവാഹിതനായ റാവു 8 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വധശ്രമ കേസിലെ പ്രതിയാണ്. 8 വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസ് നിലവിലുണ്ട് റാവുവിന്. അയാൾക്ക് മക്കളില്ല. അതാണ് അയാളുടെ ഒരു ഡ്രോബാക്ക്. അയാളുടെ ഒരു പ്രശ്നം, അയാൾക്ക് മക്കളില്ല ആദ്യ ഭാര്യയിൽ. അതിനുശേഷം അയാളുടെ ബാങ്കിൽ തൂപ്പ് ജോലിക്ക് സുജാത എന്നൊരു സ്ത്രീ എത്തുന്നു, തൂപ്പുകാരിയായി അയാളുടെ ബാങ്കിൽ. ആ തൂപ്പുകാരിയും റാവുവുമായി ഇല്ലീഗൽ കണക്ഷൻ ഉണ്ടാകുന്നു. സുജാതയും ബാങ്ക് മാനേജറും തമ്മിൽ അവിഹിത ബന്ധമുണ്ടാകുന്നു, ലൈംഗിക ഇടപാടുണ്ടാകുന്നു എന്ന് നമുക്ക് പച്ചയ്ക്ക് പറയാം. സുജാതയും ഇയാളും തമ്മിലുള്ള ലൈംഗിക ഇടപാട് സുജാതയുടെ മകൾ ഐശ്വര്യ അറിയുന്നു. അങ്ങനെ സുജാതയ്ക്ക് പ്രായമൊക്കെയായി സുജാത ആ മേഖലയിൽ നിന്ന്, അതായത് തൂപ്പ് ജോലിയിൽ നിന്ന് വിടുമ്പോൾ മകൾ ഐശ്വര്യയെ ആ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അങ്ങനെ ഐശ്വര്യയും റാവുവുമായി ലൈംഗിക ഇടപാടും അല്പം സ്വല്പം പ്രണയവും തുടങ്ങുന്നു. ലൈംഗിക ഇടപാടെന്ന് പറയുമ്പോൾ ഐശ്വര്യയ്ക്ക് പ്രായം വളരെ കുറവാണ്, 23 വയസ്സ് മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ സുജാത പറയുന്നു, നിനക്ക് പ്രായം വളരെ കുറവാണ്, ബാങ്കിൽ തൂപ്പുജോലിയാണ് ഉള്ളത്, പക്ഷേ ആ റാവുവുമായിട്ടുള്ള ഇല്ലീഗൽ കണക്ഷൻ പാടില്ല, അമ്മയുമായിട്ട് അയാൾക്ക് ഇങ്ങനൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സുജാത മകൾ ഐശ്വര്യയെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. അങ്ങ് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ വ്യാപിച്ചു കിടക്കുന്ന കാര്യമാണ്. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന വിവരം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അത് അമ്മ മകളെ ഉപദേശിച്ചുവെന്നാണ് പുറത്തു വരുന്ന വിവരം. പക്ഷെ മകൾ കേട്ടോ? ഇല്ല. എന്നാലും അമ്മ മകൾക്ക് ഒരു കല്യാണം ആലോചിച്ചു. അയാളുടെ പേര് കേദേശ്വർ എന്നാണ് അയാളുടെ പേര്. അയാൾ ഒരു സർവേയറാണ്, ലാൻഡ് സർവേയറാണ്. അല്പസ്വല്പം എന്നല്ല, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ചെറുപ്പക്കാരനാണ്. അയാളുമായിട്ട് കല്യാണം ആലോചിച്ചു. ഫെബ്രുവരിയിൽ കല്യാണം നിശ്ചയിച്ചു. 2025 ഫെബ്രുവരിയിൽ ഐശ്വര്യ കേദേശ്വർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായി കല്യാണം നിശ്ചയിച്ചു. പക്ഷേ കല്യാണത്തിൻ്റെ സമയത്ത് ഐശ്വര്യ മുങ്ങിക്കളഞ്ഞു. ആരുടെ കൂടെ? റാവുവിൻ്റെ കൂടെയാണ് മുങ്ങിയത്. പക്ഷേ ഐശ്വര്യ പിന്നെ കേദേശ്വരനെ വിളിച്ചു പറഞ്ഞു, ഞാൻ മുങ്ങിയതല്ല, അമ്മയ്ക്ക് അപ്പോൾ കല്യാണം നടത്തുവാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ബന്ധു വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കല്യാണത്തിന് സമ്മതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫെബ്രുവരിയിൽ നടക്കേണ്ട കല്യാണം മെയ് മാസത്തിലേക്ക് മാറ്റി. അങ്ങനെ മെയ് 18-ാം തീയതി കേദേശ്വർ ഐശ്വര്യയുടെ കഴുത്തിൽ താലി കെട്ടുന്നു. താലി കെട്ടി അവർ വിവാഹിതരാകുന്നു. കേദേശ്വറിൻ്റെ വീട്ടിൽ താമസം ആകുന്നു. സംഗതി എല്ലാം ശുഭമായി പര്യവസാനിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവിടെയാണ് വീണ്ടും പാവം കേദേശ്വറിൻ്റെ കഷ്ടകാലം ആരംഭിക്കുന്നത്. ഇവൾ ഐശ്വര്യ എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെങ്കിൽ നവവധു ഈ ഫെബ്രുവരി ജൂൺ മാസം, കേദേശ്വർ മരിക്കുന്നത് വരെയുള്ള ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ, ഈ 5 മാസത്തിനിടയ്ക്ക് 2000 തവണ ഈ ബാങ്ക് മാനേജർ എന്ന റാവു എന്ന കള്ള കാമുകനുമായി ഫോണിൽ സംവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ ഭർത്താവ് കേദേശ്വർ ചോദിച്ചു, നീ ആരോടാണ് ഇങ്ങനെ എപ്പോഴും ഫോണിൽ സംസാരിക്കുന്നത്, പ്രിയപ്പെട്ടവളെ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയുമായി സംസാരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവനെ എന്ന് പറഞ്ഞു. തീർന്നു. അമ്മയുമായി സംസാരിക്കുകയാണല്ലോ, കല്യാണമൊക്കെ കഴിഞ്ഞതാണല്ലോ
എന്ന് പറഞ്ഞ് പാവം കേതേശ്വർ അത് വിശ്വസിച്ചു. അപ്പോഴാണ് നമ്മുടെ റാവു കരുക്കൾ നീക്കിയത്. എന്താണ് കരുക്കൾ നീക്കി? 3 പേരെ കൊട്ടേഷൻ സംഘത്തെ നിയോഗിച്ചു. എന്നിട്ട് 3 പേർക്കും ഓരോ 2 ലക്ഷം രൂപ വെച്ച് ലോണ് അങ്ങ് അനുവദിച്ചു. അതും സർക്കാർ ചെലവ്. കൊട്ടേഷൻ സംഘത്തിന് എങ്ങനെയാണ് പൈസ കൊടുത്തത്? 2 ലക്ഷം രൂപ വെച്ച് ലോൺ അങ്ങ് അനുവദിച്ചു കൊടുത്തു. ലോൺ കാശ് നിങ്ങൾ തിരിച്ചടയ്ക്കൊന്നും വേണ്ട, ലോൺ ഇതാ പിടിച്ചോ. എന്നിട്ട് ഈ ബാങ്ക് മാനേജർ സ്വന്തം ആവശ്യത്തിന് ഒരു 20 ലക്ഷം രൂപ ലോൺ അങ്ങനെയും എഴുതിയെടുത്തു. എന്നിട്ട് ലഡാക്കിലേക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ആർക്ക്? ഐശ്വര്യയ്ക്കും റാവുവിനും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ലഡാക്കിൽ പോയി ഒളിച്ചു താമസിക്കാം കുറച്ചു കാലം. 20 ലക്ഷം രൂപ അക്കൗണ്ടിലൊക്കെ വന്നല്ലോ. ആദ്യ ഭാര്യ അവിടെ കിടക്കും, നമുക്ക് ലഡാക്കിലേക്ക് പോയി സുഖമായി കുറച്ചു കാലം ജീവിച്ചൊക്കെ തിരിച്ചു വരാം, അപ്പോഴേ സംഗതിയുടെ എല്ലാം കെട്ടടങ്ങും എന്നൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ കൊട്ടേഷൻ സംഘത്തെ എല്ലാം സെറ്റപ്പ് ചെയ്തു. 2 ലക്ഷം രൂപ വെച്ച് കൊടുത്തു. അങ്ങനെ 6 ലക്ഷം രൂപ അത് ക്ലിയറായി. 20 ലക്ഷം രൂപ ലഡാക്കിൽ സുഖിക്കാനുള്ള പൈസയായി. ഐശ്വര്യ കരുതി ഇത് തന്നെ സമയം, അടിച്ചു പൊളിക്കാം എന്നൊക്കെ കരുതിയിരുന്നു. അങ്ങനെ പാവം കേതേശ്വറിനെ ഈ കൊട്ടേഷൻ സംഘങ്ങൾ വിളിച്ചു. ഒരു ഭൂമി അളക്കാനുണ്ട്, വരണം. ലാൻഡ് സർവേയർ ആണല്ലോ അദ്ദേഹം. ഒരു ഭൂമി അളക്കാനുണ്ട്, വരണമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് കാറിൽ കയറ്റിക്കൊണ്ടുപോയി. CCTV ദൃശ്യങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ. CCTV ആണല്ലോ ഇപ്പോൾ പോലീസിനും പിടിവള്ളി. CCTV കയറി കാറിൻ്റെ മുന്നിലാണ് ഇദ്ദേഹം ഇരുന്നത്. കാറിൻ്റെ പുറകിലിരുന്ന കുറ്റവാളികൾ, കൊട്ടേഷൻ സംഘ അംഗങ്ങളിലെ 2 പേർ ചേർന്ന് കുറച്ച് ദൂരം ചെന്ന് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഇയാളുടെ കഴുത്തറുത്ത് കൊന്നു. കൊന്നിട്ട് കൊലപാതകം, ഇയാൾ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തണമല്ലോ, അതുകൊണ്ട് വയറും കുത്തിക്കീറി. മരിക്കണം. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്ത് മണ്ണ് മാന്തി അതിനകത്ത് കുഴിച്ചു മൂടാനായിരുന്നു പ്ലാന്. വല്ലതും അറിയുന്നുണ്ടോ കേതേശ്വരൻ? ഭാര്യ ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്യുമ്പോൾ എന്താ ഭാര്യ പറഞ്ഞത്? അമ്മയെ വിളിക്കുന്നു. ചേട്ടാ, അമ്മയെ വിളിക്കുകയാണ്. അമ്മയാണോ വിളിച്ചത്? അല്ലേ അല്ല. ആരെ വിളിച്ചത്? റാവു സാറിനെ, തൂക്കാൻ പോകുന്ന ബാങ്കിലെ മാനേജരെയാണ് ചേച്ചി വിളിച്ചത്. എന്നിട്ട് ചേച്ചി കൊട്ടേഷനൊക്കെ പ്ലാൻ ചെയ്ത് പാവം കേതേശ്വരൻ്റെ കഴുത്തും വെട്ടി വയറും കുത്തിപ്പിളർന്ന് ഇങ്ങനെ കുഴിച്ചു മൂടാൻ നോക്കിയപ്പോൾ സംഗതി അവിടെ നാട്ടുകാരൊക്കെ നിൽക്കുന്നു, അവിടെ നടക്കില്ല. അങ്ങനെ ഒരു കനാലിൽ കൊണ്ടങ്ങ് തള്ളി. എന്ന് മെയ് 18 കല്യാണം. ജൂൺ 18 ആരെ കാണാനില്ല എന്ന വാർത്ത പുറത്തു വരുന്നു. കേതേശ്വരനെ കാണാനില്ല എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ പരാതി കൊടുക്കുന്നു. അപ്പോൾ ഇവൾക്ക് വെപ്രാളം, ഐശ്വര്യയ്ക്ക് ഭയങ്കര വെപ്രാളം, ഒരേ വെപ്രാളം. അയ്യോ ചേട്ടനെ കാണാനില്ലേ എന്ന് പറഞ്ഞ് വലിയ വായിൽ നിലവിളി. പോലീസ് അന്വേഷിച്ചപ്പോൾ എന്താണ്? അന്വേഷിക്കുന്നതിന് മുന്നേ തന്നെ ബോഡി കണ്ടെത്തി. ജൂൺ 18 പോലീസുകാർ കനാലിൽ ഒരു ബോഡി കണ്ടെത്തി. ഈ അജ്ഞാത ബോഡി എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുകയാണ്. ജൂൺ 18 ബോഡി കണ്ടെത്തി. ജൂൺ 18 ആണ് മകനെ കാണാനില്ല. മകനിങ്ങനെ ജോലിക്ക് വേണ്ടി, അതായത് ഭൂമി അളക്കാൻ വേണ്ടി പോയത് ഇവർ ബന്ധുക്കൾ, അച്ഛനും അമ്മയ്ക്കും അറിയാം, അതുപോലെ തന്നെ ഭാര്യയ്ക്കും അറിയാം. പക്ഷേ മകൻ പോയിട്ട് തിരികെ വന്നില്ല. പോലീസിൽ പരാതി നൽകി. പോലീസുകാർ അന്വേഷിക്കുന്നു. അതേ അവസരം തന്നെ സമാന്തരമായി ഒരു സ്ഥലത്ത് കനാലിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. എന്താണ്? കഴുത്ത് അറ്റ നിലയിലാണ്, അതുപോലെ തന്നെ വയറ് കുത്തിക്കീറിയ നിലയിലാണ്, ജീർണിച്ചിട്ടുണ്ട് മൃതദേഹം. എന്നാൽ മൃതദേഹത്തിൻ്റെ കൈത്തണ്ടയിൽ ഒരു എഴുത്തുണ്ടായിരുന്നു, പച്ച കുത്തിയ പാട്, തെലുങ്കിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? അമ്മ എന്നെഴുതിയിട്ടുണ്ട്. അതാണ് പിടിവള്ളിയായത്, തെളിവായത്. അമ്മ. മൃതദേഹം ജീർണിച്ചുവെങ്കിലും, ജീർണ അവസ്ഥയിലായിരുന്നുവെങ്കിലും അമ്മ എന്ന് എഴുതിയിട്ടുണ്ട്. ആ കൈത്തണ്ട ആർക്ക് മാത്രമേ ഉള്ളൂ? അത് കേതേശ്വരന് മാത്രമേ ഉള്ളൂ. കേതേശ്വരൻ്റെ മൃതദേഹം അങ്ങനെ തിരിച്ചറിഞ്ഞു. അധികം വൈകാതെ തന്നെ കേതേശ്വരൻ്റെ കൊലപാതകത്തെ കുറിച്ച് വാർത്തകൾ പരന്നു. പോലീസിന് മനസ്സിലായി, ചിലപ്പോൾ ഈ ആളുകളെ, ഈ വിളിച്ചുകൊണ്ടുപോയ ആളുകളെ ഒന്ന് പരിശോധിക്കണമല്ലോ. സംഗതി പരിശോധിച്ചപ്പോൾ ഭൂമി അളക്കാനൊന്നുമല്ല, കാറിൽ കയറ്റി കുറച്ച് ദൂരം കൊണ്ടുപോയപ്പോൾ തന്നെ കഴുത്തറുത്ത് വയറും കുത്തിപ്പിളർന്ന് അപ്പുറത്തെ കനാലിൽ തള്ളി അവന്മാർ രക്ഷപ്പെട്ടു. അവന്മാർ അടുത്ത കാലത്ത് ഒരു ബാങ്കിൽ നിന്ന് 2 ചുളുവിൽ ഈടൊന്നും നൽകാതെ ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ കൊടുത്ത ബാങ്ക് മാനേജർക്ക് ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചതിന് കേസുണ്ട്. അയാൾ 20 ലക്ഷം രൂപ ലോൺ എടുത്ത് ബാങ്കിൽ അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അയാൾക്ക് നിരന്തരം ഒരു ഫോൺ വരുന്നുണ്ട്. അത് ആരാണ്? ഈ കൊല്ലപ്പെട്ട കേതേശ്വരൻ്റെ ഭാര്യയിൽ നിന്നുള്ള കോളാണ്. അപ്പോൾ സംഗതി ശുഭം. എന്താണ്? ഈ പ്രണയവും ഇല്ലീഗൽ റിലേഷനും എന്താണ് എല്ലാം പിടികിട്ടി. അങ്ങനെ കുറച്ച് ആളുകളെ അറസ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഈ ഐശ്വര്യയുടെ അമ്മ സുജാതയും പിടിച്ചിട്ടുണ്ട്. റാവുവിൻ്റെ അപ്പൻ ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. ആര്? റാവു എന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ ബാങ്ക് മാനേജറുടെ അച്ഛൻ, ഹെഡ് കോൺസ്റ്റബിൾ, റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ. അയാളെയും പോലീസ് പൊക്കി അകത്താക്കിയിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. കൊട്ടേഷൻ സംഘാംഗങ്ങളെയും ഉടനെ പിടികൂടും. ചിലർ ഒളിവിലാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതുകൊണ്ട് പ്രിയപ്പെട്ട അവിവാഹിതരെ, ബാച്ചിലേഴ്സെ, ശ്രദ്ധിച്ചൊക്കെ കല്യാണം കഴിക്കണം.
പിന്നെ കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് വേറെ ഏതെങ്കിലും പ്രണയം അല്ലെങ്കിൽ ഇല്ലീഗൽ കണക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ കല്യാണം കഴിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ പോരെ. പാവപ്പെട്ട ആളുകളുടെ ജീവിതം, ആണായാലും പെണ്ണായാലും, എന്തിനാണ് ഇങ്ങനെ ബലി കൊടുക്കാൻ പോകുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് ഉറപ്പിച്ചിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് ഇത്തരം സംഭവങ്ങൾ മേഘാലയയും ഇപ്പോഴത്തെ ആന്ധ്രയും തെലങ്കാനയും ഒക്കെ നമുക്ക് മുന്നിൽ ഉദാഹരിച്ച് പറയാൻ കഴിയും എന്ന് എടുത്ത് പറഞ്ഞ് നിർത്തട്ടെ.